ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് കത്തീഡ്രലിലെ യേശുവിന്റെ ചിത്രത്തിനു മുന്നിൽ തകർന്നു വീണ ചീട്ടുകൊട്ടാരമാണ് നിക്കി കിങ്സ്ലി. ഇസ്ലാം മതവിശ്വാസമനുസരിച്ച് തിരുസ്വരൂപങ്ങളുള്ള ആരാധനാലയങ്ങൾ നിഷിദ്ധമാണെന്നിരിക്കെ സെന്റ് പാട്രിക് കത്തീഡ്രലിനെ മനസ്സുകൊണ്ട് വെറുമൊരു കെട്ടിടമെന്ന് സ്വയം വിശ്വസിച്ച് അകത്തു പ്രവേശിച്ച നിക്കി കിങ്സ്ലിയുടെ അനുഭവങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു. ദേവാലയത്തിലെ യേശുവിന്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രത്തിലെ ജീവസുറ്റ കണ്ണുകൾ കിങ്സ്ലിയുടെ ഹൃദയ കവാടങ്ങളെ ഭേദിച്ചു. കിങ്സ്ലിയുടെ ജീവിതം മാറ്റിമറിച്ച നിരവധി അനുഭവങ്ങൾക്കാണ് ആ നോട്ടം തുടക്കമിട്ടത്. കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് ന്യൂയോർക്കിലേക്ക് പോയി. അവിചാരിതമായി സെന്റ് പാട്രിക് കത്തീഡ്രലിലെത്തി. ന്യൂയോർക്കിലെ മനോഹരമായ കെട്ടിടം. രാവിലെ കുട്ടികളോടൊപ്പം പള്ളിയുടെ അകത്ത് പ്രവേശിച്ചു. ആദ്യം കണ്ടത് യേശുവിന്റെ മനോഹരമായ ചിത്രം. കണ്ണുകൾ എന്നെ പിന്തുടരുന്നു. തൊട്ടടുത്ത ഗിഫ്റ്റ് ഷോപ്പ് കടന്ന് പുറത്തേക്ക് ഇറങ്ങവേ ആരോ വിളിക്കുന്ന ശബ്ദം. തിരിച്ചു വരൂ. തിരിഞ്ഞു നോക്കി. ആരുമില്ല. എന്നാൽ വീണ്ടും മധുരവും സംഗീതാത്മകവുമായ ശബ്ദം. തിരിച്ചു വരൂ. പരിശുദ്ധ കനികാമറിയത്തിൻ്റെതായിരുന്നു ആ വിളി. കത്തീഡ്രലിലെ മാതാവിൻ്റെ ചാപ്പലിൽ നിന്നായിരുന്നു ആ ശബ്ദം. എന്നെ പരിശുദ്ധ മറിയം സ്നേഹിക്കുന്നു. അവഗണിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചുപോയി അവൾ സംസാരിക്കാൻ കാത്തുനിന്നു. ഒന്നും കേട്ടില്ല. ഡിസംബർ മാസത്തിൽ ഉറങ്ങുന്നതിനിടെ അപൂർവ അനുഭവമുണ്ടായി. ഉറക്കത്തിനിടെ മൃദുസ്പർശം. പകുതി ഉറക്കത്തിലും പകുതി ഉണർവിലും ഞാൻ സൂര്യോദയം കണ്ടു. പ്രകാശം പരന്നു. യേശുവും മറിയവും കട്ടിലിനരികിൽ. വിവരിക്കാൻ വാക്കുകളില്ല. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ഉണർന്നപ്പോൾ പുതിയ മനുഷ്യനായി. ദിവസങ്ങൾ പിന്നിട്ടു. ഇസ്ലാമിക വിശ്വാസത്തിൽ വളർന്ന തനിക്കുണ്ടായ പുതിയ അനുഭവം മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കാൻ തുടങ്ങി. ക്രൈസ്തവ ദേവാലയത്തിലെത്തി നിക്കി വാശിയോടെ പറഞ്ഞു, യേശു ദൈവപുത്രനല്ല. അത്ഭുതകരമായ ഒരു ശബ്ദം അവൾ കേട്ടു. സത്യം ശരിയായി അറിയണമെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ നീ വീണ്ടും വരിക. ഭയന്ന് ദേവാലയത്തിന് പുറത്തേക്കോടിയ നിക്കി മറ്റൊരു ദിവസം 40 വർഷമായി താൻ പഠിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും മാറ്റിക്കൊണ്ട് വീണ്ടും തിരിച്ചെത്തി. തൻ്റെ ചോദ്യങ്ങൾ ആവർത്തിച്ചു. ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിൽ നിന്നും ശക്തിയേറിയ ഒരു വെളിച്ചം നിക്കിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. വിറച്ചുകൊണ്ട് മുട്ടുകുത്തി നിക്കി തേങ്ങി കരഞ്ഞുകൊണ്ട് ഉരുവിട്ടു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിൻ്റെ പേരാണ് നസ്രത്തിലെ യേശു. ആ നിമിഷത്തിൽ തന്നെ താൻ യേശുവിനെ സ്വീകരിച്ചതായി നിക്കി പറയുന്നു. കഴിഞ്ഞ 17 വർഷമായി നിക്കി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. എല്ലാവരും സത്യം തിരിച്ചറിയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് നിക്കി പറയുന്നു.